പീസ് ആൻഡ് ജോയ്. അസീസിലെ ഫ്രാൻസിസിൽ ഓരോ ദിവസവും അവൻ്റെ മാനസാന്തര അനുഭവം കൂടുതൽ കൂടുതൽ മിഴിവാർന്നു വന്നു. തെളിവോടുകൂടി അവനിൽ പ്രകാശിക്കാൻ തുടങ്ങി. ഫ്രാൻസിസ് പണ്ട് കയ്പുള്ളതായിട്ടും അതുപോലെ ദുർഗന്ധം വമിക്കുന്നതായിട്ടും കരുതിയ ജീവിതാനുഭവങ്ങളുണ്ട്. അത് കുഷ്ഠരോഗികളെ കാണുന്നത് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഷ്ഠരോഗികളെ കാണുന്നത് ഫ്രാൻസിസിന് കൂടുതൽ സന്തോഷമാണ്. ദരിദ്രരോട് ഒപ്പമായിരിക്കുന്നത് അവന് കൂടുതൽ ആനന്ദമാണ്. അവനിലൊരു പുതിയ ആഘോഷം നിറയുകയാണ്, ഒരു പുതിയ സന്തോഷം നിറയുകയാണ്. എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നുമില്ലാത്തവരെ പോലെ ഉള്ളിലൊരു ശൂന്യത തോന്നിയ യുവജനങ്ങളൊക്കെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുവാൻ തുടങ്ങി. ക്രിസ്തുവിലേക്ക് നോക്കിയവർ പ്രകാശിതരായതുപോലെ ഫ്രാൻസിസിലേക്ക് നോക്കിയവർ ഒരു പുത്തൻ ആനന്ദം കാണുകയാണ്. അവർ തേടിയതെന്തോ അതെല്ലാം ഈ ദരിദ്രനായ ഫ്രാൻസിസിൽ കാണാനായിട്ട് സാധിച്ചു. അനേകർ അവനെ കൗതുകത്തോടെ നോക്കി. അസീസിലെ ക്ലാരയും ഒക്കെ ഈ ഒരു അവസരത്തിൽ ഫ്രാൻസിസിനെ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുകയാണ്. വീണ്ടും ഫ്രാൻസിസ് ഏറ്റവും അധികം കുഷ്ഠരോഗികളുടെ ഇടയിലാണ് ചിലവഴിച്ചത്. അതേസമയം സാന്താമിയാനോയിലെ ആ വൃദ്ധ പുരോഹിതൻ ഈ മകനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കൗതുകത്തോടെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഫ്രാൻസിസിനെ ആ ഇടയ്ക്കൊന്നും അടുത്ത് കാണാത്തതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം പലരോടും ചോദിച്ചു, അവൻ എവിടെയാണ്? പീറ്റർ ബെർണാർഡിൻ്റെ മകൻ ആ ഫ്രാൻസിസ് എവിടെയാണ്? അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പലരും ഫ്രാൻസിസിനോട് പറഞ്ഞു, നിന്നെ വികാരിയച്ഛൻ അന്വേഷിക്കുന്നുണ്ട് സാന്താമിയാനോയിലെ. പക്ഷേ ഇതൊന്നും ഫ്രാൻസിസിലെ ഒരു വലിയ കൗതുകത്തോടു കൂടിയുള്ള അവൻ്റെ യാത്ര, അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശിയെന്ന് പറഞ്ഞ പോലെ ഫ്രാൻസിസിൽ ഒരു വലിയ ഒരു ആനന്ദത്തിൻ്റെ ഒരു ഒഴുക്ക് അനുഭവപ്പെട്ടു. ആ ഒഴുക്കിനനുസരിച്ച് അവൻ മുൻപോട്ട് പോയി. ഫ്രാൻസിസ് ഓർക്കുകയാണ്, എനിക്ക് എപ്പോഴും കുഷ്ഠരോഗികളുടെ കൂടെ ആയിരിക്കാനാണ് ഇഷ്ടം. ഈ സമയത്തൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഫ്രാൻസിസ് ചുംബനം കൊണ്ട് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം കരുണയോടും സ്നേഹത്തോടും കൂടി ആണ് അവരുടെ മുറിവുകളിലേക്ക് അവൻ ചുംബിച്ചത്. ഏത് മുറിവിനാണ് സ്നേഹത്തോടെയുള്ളൊരു ചുംബനം കൊണ്ട് സൗഖ്യം പ്രാപിക്കാൻ ആവാത്തത്? ഫ്രാൻസിസിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം പതിയെ പതിയെ ചുറ്റുപാടുകളിലേക്ക് ഒഴുകുകയാണ്. അപ്പോൾ ഫ്രാൻസിസിന് തോന്നി, താൻ ആദ്യം പ്രാർത്ഥിച്ച, താൻ ആദ്യം സ്വരം ശ്രവിച്ച ആ ക്രൂശിത രൂപത്തിന് അരികിലേക്ക് ചെല്ലണം. സാന്താമിയാനോയിലേക്ക് ഫ്രാൻസിസ് മടങ്ങിയെത്തി. അവിടെ ആ വൃദ്ധ പുരോഹിതൻ അവനെ നോക്കി കാത്തിരിപ്പുണ്ടായിരുന്നു. അന്ന് രാത്രി മുഴുവൻ ആ പുരോഹിതനോടൊപ്പം അവൻ ചിലവഴിക്കുകയാണ്. തനിക്ക് ലഭിച്ചിരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവം ഫ്രാൻസിസ് പങ്കുവെച്ചു. ആ വൈദികൻ നിറഞ്ഞ കണ്ണുകളോടെ ഈ മനുഷ്യരിൽ സംഭവിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ പ്രവൃത്തികളെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഫ്രാൻസിസ് പറഞ്ഞു, എനിക്ക് എപ്പോഴും കുഷ്ഠരോഗികളുടെ കൂടെ താമസിക്കാനാണ് ഇഷ്ടം. കാരണം അവിടെ ഈശോയുണ്ട് അച്ഛാ. പക്ഷേ ഈശോ എന്നോട് പറഞ്ഞ കാര്യം എന്നെ കൂടുതൽ കൂടുതൽ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഈ പള്ളി പുതുക്കി പണിയണം. അതിനുവേണ്ടി നാളെ മുതൽ ഞാൻ എൻ്റെ പ്രയത്നം, എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും എളുപ്പമുള്ളിടത്തും ഏറ്റവും നമുക്ക് ദൈവാനുഭവം കിട്ടുന്നിടത്തും തന്നെ ആയിരിക്കണമെന്നില്ല നമ്മൾ എപ്പോഴും വസിക്കേണ്ടത്. മലമുകളിൽ ആ കൂടാരത്തിൽ നമുക്ക് വസിക്കാമെന്ന് താബോർ മലയിൽ വെച്ച് അപ്പോസ്തലന്മാർ പറഞ്ഞപ്പോൾ, പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഈശോയുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു. അവർ ആ കൂടാരമുണ്ടാക്കി അതിൽ വസിക്കാനല്ല ഈശോ അവരെ പ്രേരിപ്പിച്ചത്, മറിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ, ഇനിയും ഈശോയുടെ സമാധാനം അനുഭവിക്കാത്തവരിലേക്ക് അത് പങ്കുവയ്ക്കാനൊക്കെയുള്ള ഒരു ഐക്യപ്പെടലായിരുന്നു അപ്പോസ്തലന്മാരിൽ സംഭവിച്ചത്. അതുപോലെ ഫ്രാൻസിസ് ഒരു പുതിയ യാത്ര ആരംഭിച്ചു. നമുക്ക് പലപ്പോഴും ലഭിച്ച ആത്മീയ അനുഭവങ്ങളിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ചില അവസരങ്ങളുണ്ടാവാം, അനുഭവങ്ങളുണ്ടാവാം. അതിനപ്പുറത്തേക്ക് കൃപയ്ക്ക് മേൽ കൃപയായിട്ട് അത് ഒഴുകണം. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ നിർഗളിക്കുന്നു എന്ന് പറയുന്ന ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.